രാഹുൽ ഈശ്വറിനെ പോലെ ഒരാൾ മറൈൻ ഡ്രൈവിലൂടെ ഇറങ്ങി നടന്നാൽ ഇന്ന് ഈ സമരക്കാർ ചെയ്ത പ്രവൃത്തി പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോഴൊന്നും ജാഗരൂകരാകാത്ത ഒരു സമൂഹം വളരെ പെട്ടെന്ന് ജാഗരൂകരായി മാറുകയും ഇന്ന് മാത്രം അതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്യുന്നു. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നവമാധ്യമങ്ങളെ ഉപയോഗിച്ച് രാഹുൽ പശുപാലും കിസ് ഓഫ് ലവിന്റെ ടീമും ചെയ്തെടുത്ത ആ സമരം. പക്ഷേ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തൊരു സോഷ്യൽ ആക്ടിവിസം അഭിനന്ദനാർഹമാണ്, സ്വാഗതാർഹമാണ്. രണ്ട്, മോറൽ പോലീസിങ്ങിനോട് ആർക്കും യോജിക്കാൻ കഴിയില്ല. എൻ്റെ ജീവിതം എൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ചില സാമൂഹിക മര്യാദകളും ഉത്തരവാദിത്തങ്ങളും ഇല്ലേ? നാളെ ഇപ്പം മറൈൻ ഡ്രൈവിൽ ശ്രീ അഭിലാഷ് ചോദിച്ച ഉള്ള കാര്യങ്ങൾ നടക്കുന്നു. നാളെ ചെങ്ങമ്പുഴ പാർക്കിലും മറൈൻ ഡ്രൈവിലും ഓപ്പൺ ലൈംഗികത വേണമെന്നും ഫോർപ്ലേ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് അത് തടയേണ്ട ബാധ്യതയില്ലേ? പൊതുസമൂഹത്തിന് അരോചകമായി തോന്നില്ലേ? അമേരിക്ക അടക്കം പല പാശ്ചാത്യ രാജ്യങ്ങളിലും നേക്കഡായിട്ടുള്ള പ്രതിഷേധ ഓട്ടങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മളത് എന്റർടൈൻ ചെയ്യുമോ? അപ്പോൾ യുവാക്കൾ മാത്രമല്ല സമൂഹത്തിലുള്ളത്, നമ്മുടെ അച്ഛനമ്മമാരുടെ, മുത്തശ്ശന്മാരുടെ വരുന്ന തലമുറകളുണ്ട്. അവരുടെ സെൻസിബിലിറ്റീസിനെ ഹേർട്ട് ചെയ്യാതെ നോക്കണം. അതിനർത്ഥം നമ്മൾ വീട്ടിൽ ഇരിക്കണമെന്നല്ല, അതിനർത്ഥം ശക്തമായ പ്രതിഷേധം. ഇത് ഇൻ ഇഫക്റ്റ് ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു? ശ്രീ അഭിലാഷ് ആദ്യം സൂചിപ്പിച്ചാണ് സംഭവിച്ചത്. 10 ദിവസം മുമ്പ് മോറൽ പോലീസിങ്ങിനെതിരെ 99% കേരള മനസാക്ഷിയും ഒന്നിച്ചപ്പോൾ ഇന്ന് ആ മനസാക്ഷി ഡിവൈഡഡ് ആണ്, ഡൈല്യൂട്ടഡ് ആണ്, ഡൈവേർട്ടഡ് ആണ്. നേരെ തിരിച്ച് സദാചാര പോലീസുകാർ, സദാചാരം വേണം, സദാചാര പോലീസ് വേണ്ട, സദാചാര പോലീസുകാരുടെ ശക്തികൾക്ക് പഴയതിലധികം ശക്തി പകരുന്ന ഒരു നിലപാടിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തെ എതിർത്തുകൊണ്ട് KSUവിലടക്കം പലരും വന്നില്ലേ? VT ബൽറാം അടക്കം കുറച്ച് ഇടത് ചാഞ്ഞു നിൽക്കുന്നവരൊഴിച്ചാൽ കോൺഗ്രസിലെ പലർക്കും അപ്രിഹെൻഷൻ ഉണ്ട്, ലീഗിലെ പലർക്കും അപ്രിഹെൻഷൻ ഉണ്ട്. മാത്രമല്ല ഈ സാംസ്കാരിക സംഘടനകളെല്ലാം, ഈ സാംസ്കാരിക രാഷ്ട്രീയ യുവമോർച്ചയാകട്ടെ, ശിവസേനയാകട്ടെ, മുസ്ലിം ജനവിഭാഗത്തിലെ ആകട്ടെ, അച്ഛനമ്മമാരുടെ സന്ദേഹങ്ങൾ കൂടെ നമ്മൾ നോക്കണം. ഒരു വരി കൂടി, എത്രയോ അച്ഛനമ്മമാർ മക്കൾ സ്കൂളിലും കോളേജിലും പോകുമ്പോൾ പേടിച്ചായിരിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ എങ്ങനെയാ വരുന്നത്? വിദേശ രാജ്യങ്ങളെ പോലെ ടീനേജ് പ്രഗ്നൻസീസ് വരുമോ എന്ന് പേടിച്ചിരിക്കുന്ന ഒരു രാജ്യത്ത് പ്രതിഷേധങ്ങൾ ഇൻക്ലൂസീവ് ആയിരിക്കും. ശ്രീ രാഹുൽ ഈശ്വർ, അത്തരത്തിൽ കേരളത്തിലെ കുട്ടികളും പ്രായമായവരും മാതാപിതാക്കളും ഒക്കെ സസൂക്ഷ്മം വീക്ഷിച്ച ഒരു ടെലിവിഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമും ഇത്തരത്തിൽ സദാചാരത്തിന്റെ പേരിൽ ഏറെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ചെയ്തത്. പല മുതിർന്നവരും ആ സമയമാവുമ്പോൾ TV ഓഫാക്കേണ്ടി വരുന്നു എന്ന് പോലും പറഞ്ഞിരുന്നു. അതിൽ താങ്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ സദാചാര ലംഘനമാകാം എന്നും ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ എതിർക്കപ്പെടേണ്ടതാണ് എന്നും താങ്കൾ പറയും? ഇല്ല, അങ്ങയുടെ ചോദ്യം സ്വാഗതം ചെയ്യുന്നു. ആ പ്രത്യേക റിയാലിറ്റി ഷോയിൽ ജയിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതിനെതിരെ ഒരുപാട് വാദങ്ങൾ വന്നു. പക്ഷെ പല വാദങ്ങളും വിവാദങ്ങളും വെളിയിൽ വന്നിട്ടാണ് അറിഞ്ഞത്, ഉള്ളിലുണ്ടായിട്ടല്ല. ഈ എല്ലാ പ്രതിഷേധങ്ങളെയും അക്നോളജ് ചെയ്യുന്നു. ഈ എതിർ സ്വരങ്ങൾ വന്നപ്പോഴും വിവാദങ്ങൾ വന്നപ്പോഴും അവയെ ബഹുമാനത്തോടെ കാണാനും സഹിഷ്ണുതയോടെ കാണാനും അവരുടെ ഭാഗം യോജിച്ചില്ലെങ്കിൽ പോലും ബഹുമാനിക്കാനൊരു സ്റ്റാൻഡാണ് ഞങ്ങൾ എടുത്തത്. ഇന്നും എന്റെ അഭ്യർത്ഥന ഇതാണ്, രാഹുൽ പശുപാലിനും ടീമിനും പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ളവരുടെ പ്രതിഷേധം മാറാൻ. പക്ഷേ എതിർത്ത് വരുന്നവരെല്ലാം വർഗീയ ഫാസിസ്റ്റുകളും മതമൗലികവാദികളും അല്ല, കുട്ടികളും കുടുംബങ്ങളും ഉള്ളവരാണ്, കൺസേൺ ഉള്ളവരാണ്. നിങ്ങൾ ഓൾഡ് ഫാഷൻഡ് എന്ന് പറഞ്ഞേക്കാം, പക്ഷേ ജെനുവിനായി സൊസൈറ്റിക്കുള്ള ഒരു കൺസേൺ ആ സംഘടനകൾ കൊണ്ടെന്നും ആ കൺസേണിന്റെ എലിമെന്റ്സ് മനസ്സിലാക്കണമെന്നും, ഡൽഹി പബ്ലിക് സ്കൂളിൽ സംഭവിച്ച പോലെ +1നും +2നും പഠിക്കുന്ന കുട്ടികളുടെ ലൈംഗിക ചേഷ്ടകൾ ആ പയ്യനെടുത്ത് വെബ്സൈറ്റിൽ വിൽക്കാൻ വെച്ചു. ആ പെൺകുട്ടിയെ കാനഡയെ കൊണ്ടുപോകേണ്ടി വന്നു. എത്രയോ നമ്മുടെ സ്കൂളുകളും കോളേജിലും അത്തരം പ്രശ്നങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇത്തരം അരാജകത്വത്തിലേക്കും ഓവർ റിയാക്ഷനിലേക്കും പോകുന്നതിനധികം ബൗദ്ധികമായ എല്ലാ മീഡിയയും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുകയായിരുന്നില്ലേ? സെമിനാറുകൾ അല്ലെങ്കിൽ കൂട്ടയോട്ടങ്ങൾ എല്ലാം യോജിച്ചിരുന്നൊരു മോറൽ പോലീസിങ്ങിനെതിരെയുള്ള പ്രതിഷേധത്തെ ഡയല്യൂട്ടും ഡൈവേർട്ടും ചെയ്യാതെ ഒരുമിച്ച് നിന്ന് എതിർക്കണം. അങ്ങനെ തന്നെ വേണം. പക്ഷേ അതിനൊരു ഓവർ റിയാക്ഷന്റെ മോഡ് പാടില്ല. അത് കൂടുതൽ അപകടത്തിലേക്ക് മാത്രമേ നമ്മുടെ സമൂഹത്തെ കൊണ്ടുവരൂ. രണ്ടു പേർക്ക് ആത്മാർത്ഥമായി ഇഷ്ടം തോന്നുക, സൗഹൃദം തോന്നുക, അതൊക്കെ ചുംബനം പോലെയുള്ള വികാരങ്ങളിലൂടെ പ്രകടിപ്പിക്കുക, അതിനെ ഇത്രമേൽ വലിയ സാംസ്കാരിക അപച്യുതി എന്ന് വിശേഷിപ്പിക്കേണ്ടതുണ്ടോ? ചുംബനത്തിനെതിരല്ല ആരും. ഒരുപക്ഷെ പബ്ലിക് കിസ്സിംഗ് പോലും ഭാവിയിൽ ഈ നാട്ടിൽ വന്നേക്കാം. പക്ഷെ കോഴിക്കോട് സംഭവിച്ചത് എന്താണെന്നാണ് ആരോപണം. കോഴിക്കോട് ഈ 2 കവിതാക്കളോ 2 സുഹൃത്തുക്കളോ ചുംബിച്ചിരുന്നപ്പോൾ ഒളിക്യാമറയിൽ ഇത്തരം ദൃശ്യങ്ങൾ പകർത്തി വേറെ മുറിയിലിരുന്ന് കാണുന്ന ആൾക്കാരുണ്ടായിരുന്നു. നാളെ നമ്മൾ ഏതെങ്കിലും പ്രൈവറ്റ് ഒരു ഹോട്ടലിൽ പോയി ഒരു ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടും റൂം എടുത്ത് അവരുടെ ലൈംഗികതയിൽ ഏർപ്പെടുമ്പോൾ അത് ഒളിക്യാമറയിൽ പകർത്തി വേറൊരാൾ നിന്നാൽ അത് അയാളുടെ നോക്കാനുള്ള സ്വാതന്ത്ര്യമാണോ? മാറുന്ന
മാറുന്ന കാലത്തിൽ സംസ്കാരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷേ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറയുമ്പോഴും ചില സൂക്ഷ്മതകൾ നമ്മൾ പാലിച്ചില്ലെങ്കിൽ അത് എക്സ്പ്ലോയിറ്റേഷനും സെക്സ്പ്ലോയിറ്റേഷനും ആകും. ലിബറൽ ആകണമെന്ന് തന്നെയാണ് നമ്മൾ എല്ലാം ആഗ്രഹിക്കുന്നത്. പക്ഷേ കോൺഷ്യസ് ലിബറൽ ആകണം, കോഷ്യസ് ലിബറൽ ആകണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? പലപ്പോഴും ഇത് ചൂഷണത്തിലേക്ക് പോകും എന്നുള്ളതാണ്. എന്റെ ശരീരത്തിന് മേലെ എനിക്ക് അവകാശമുണ്ട്, പക്ഷേ അതിനർത്ഥം എനിക്ക് ഡ്രഗ്സ് യൂസ് ചെയ്യാൻ അവകാശമുണ്ടെന്നാണോ? എന്റെ ശരീരത്തിന് മേലെ എനിക്ക് അവകാശമുണ്ട്, ഒരുപക്ഷെ പ്രോസ്റ്റിറ്റ്യൂഷൻ പോലുള്ള കാര്യങ്ങൾക്ക് അവകാശമുണ്ടെന്നാണോ? അപ്പോൾ തീർച്ചയായും റൈറ്റ്സ് സെലിബ്രേറ്റ് ചെയ്യപ്പെടണം, ഡ്യൂട്ടീസ് ഓർമ്മിക്കുകയോടെ ചെയ്യണം. ലിബർട്ടിയാണ് ഏറ്റവും പ്രധാനം, പക്ഷേ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. സദാചാര പോലീസിനെതിരെ ശക്തമായി നിൽക്കണം, പക്ഷേ മോറൽ പോലീസിനെ എതിർക്കുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോറൽ പെർസ്പെക്റ്റീവ് വേണം. അതിനെക്കുറിച്ച് നമുക്ക് തർക്കങ്ങളാകാം. ഈ സമരം എന്ന ആശയം ഇവരുടെ യുവാക്കളുടെ ഊർജ്ജം അംഗീകരിക്കുന്നു, പക്ഷേ ആ സമരം കുറച്ചുകൂടെ പൊതുസമൂഹത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽ വരണം. ഇപ്പോൾ യുവമോർച്ചയ്ക്കെതിരെ ഉള്ള പ്രദർശനങ്ങൾ ഇവിടെ പലരും പറയണ്ടേ. കോഴിക്കോട് എന്നപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഒരുപാട് മുസ്ലിം യുവാക്കൾ വന്ന് യുവമോർച്ച വളരെ നല്ല കാര്യമാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ഇത് കൺസർവേറ്റീവായ വിഭാഗങ്ങളുടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകുകയും ഇന്നേക്ക് ശേഷം മോറൽ പോലീസ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുടെ ശക്തി കൂടുകയും ചെയ്യുമോ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ട്. പകരം മീഡിയ സപ്പോർട്ടോടുകൂടി, പൊതുജന സപ്പോർട്ടോടുകൂടി മോറൽ പോലീസിനെതിരെ ബൗദ്ധികമായ സമൂഹത്തിൽ ആഴതലത്തിൽ വരെ എത്തുന്ന ഒരു പ്രതിഷേധം വേണം. ഇത് സിറ്റീസിലെ മാത്രം പ്രശ്നമല്ല, വില്ലേജസിലേക്ക് പോകുമ്പോഴൊക്കെ ഇത് കൂടുതൽ കൺസർവേറ്റീവ് ആവും. കണ്ടോ, നഗരത്തിലെ കുട്ടികൾ ചീത്തയാകുകയാണ്. ആവുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ വാദഗതി ശക്തിപ്പെടുമോ എന്നൊരു ഭയം ഈ അവസരത്തിൽ മുമ്പോട്ട് വെക്കാൻ